നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആരുടെ വണ്ടിയാണെന്ന് അറിയില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തും മൊഴി കൊടുക്കാനാ? അത് ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. സംശയോ? അതെ, അനൂപേട്ടനെ ഇടിച്ച വണ്ടി മനഃപൂർവ്വം വന്ന് ഇടിച്ചതാണോന്ന്. അങ്ങനെ സംഭവിച്ചാ നിനക്ക് ഇതുകൊടുത്ത് തെക്ക് വടക്ക് നടക്കാം. അകാലത്തിൽ പൊലിഞ്ഞ സച്ചിദാനന്ദന്റെ വിധവയായിട്ട്. അനൂപേട്ട, കാലനക്കരുതെന്ന് എത്ര തവണ പറഞ്ഞു അനൂപേട്ട? എനിക്കറിയാം, ഇങ്ങനെ ഒരേ കിടപ്പ് കിടക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇത് മാറിയില്ലല്ലേ അനൂപേട്ടന് നടക്കാൻ പറ്റൂ. ഇപ്പോഴൊന്നും കാലനക്കാൻ ശ്രമിക്കണ്ട, വേദനയൊക്കെ ഒന്ന് മാറട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ട്. അവന്തിക വന്നില്ലേ? മാഡത്തെ കണ്ടില്ല. ഓ, വീട്ടിൽ പോകുന്ന കാര്യം എന്തെങ്കിലും? അതൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ചു ദിവസം കിടക്കേണ്ടി വരും. ഓ, അന്ന് ആക്സിഡന്റ് പറ്റിയ ദിവസം ഞാനിവിടെ വന്നിരുന്നു. അനൂപിനെ അന്ന് കാണാൻ കഴിഞ്ഞില്ല. അതാ ഞാൻ ഇന്ന് വന്നത്. ഓഫീസിലെ കാര്യങ്ങളൊക്കെ അതൊന്നോർത്ത് അനൂപ് ടെൻഷൻ ആവണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ല, ഏത് വണ്ടിയാ തട്ടിയത്? പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചോ? ഒരു ജീപ്പാ വന്ന് ഇടിച്ചത്. നിർത്താതെ പോയതുകൊണ്ട് ആരാണെന്നറിയില്ല. പോലീസ് കേസ് വല്ലതും? ഞങ്ങളായിട്ട് കൊടുത്തിട്ടില്ല. ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഇവിടുത്തെ ടൗൺ CI മൊഴിയെടുക്കാൻ വന്നിരുന്നു. അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതിന് ആരുടെ വണ്ടിയാണെന്ന് അറിയില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തും മൊഴി കൊടുക്കാനാ? അത് ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. സംശയോ? അതെ, അനൂപേട്ടനെ ഇടിച്ച വണ്ടി മനഃപൂർവ്വം വന്ന് ഇടിച്ചതാണോന്ന്. ഞങ്ങൾക്ക് പുറകെ കുറേ നേരം ആ വണ്ടി വന്നിരുന്നു. അങ്ങനെ ചില സംശയങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. ഇനി ഞങ്ങളുടെ ശത്രുക്കൾ ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ എന്നും ഞങ്ങൾക്ക് സംശയമുണ്ട്. അതിനു മാത്രം ശത്രുക്കളുണ്ടോ നിങ്ങൾക്ക്? അല്ല, ശത്രുക്കളെന്ന് ഞാൻ പറഞ്ഞതേ ഈ ബന്ധുക്കൾ എന്ന് പറയുന്ന ആൾക്കാരെ കുറിച്ച്. ഞങ്ങളോട് അടുത്ത സ്നേഹം കാണിക്കുന്ന ചില ബന്ധുക്കൾ തന്നെയാ ഞങ്ങളുടെ ശത്രുക്കള്. അതാ എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ എന്ന് ഞങ്ങൾ കരുതിയത്. ദേ, ആ CI ആളൊരു മുറ്റ.
ഇതിന്റെ പിന്നിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിത് കണ്ടുപിടിക്കും. എനിക്കത് ഉറപ്പാ. ആ, ധനുഷ് വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. ഫാനിന്റെ സ്പീഡ് കൂട്ടണോ? ഏയ് വേണ്ട. ആ, എന്റെയും സ്നേഹയുടെയും വിവാഹത്തിന് ഇനിയും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നിങ്ങളുടെ ഈ അവസ്ഥയിൽ ഇതിപ്പോ നടത്തണമെന്ന് ഞാൻ സേതു സാറിനോട് ചോദിച്ചതാ. സാറിനും നന്ദൻ സാറിനും ഒരേ നിർബന്ധം, ആ ഡേറ്റിൽ തന്നെ നടത്തണമെന്ന്. നിങ്ങളെല്ലാവരും ഈ വിവാഹത്തിനുണ്ടാവണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊന്നും നിങ്ങൾ ഓർക്കണ്ട. എല്ലാവരും ക്ഷണിച്ചുള്ള വലിയ കല്യാണമല്ലേ, അത് മാറ്റിവെക്കാനും നിൽക്കണ്ട. എന്നാ ഞാൻ ഇറങ്ങട്ടെ, ഓഫീസിൽ ഒന്ന് കയറണം. പിന്നെ വിവാഹത്തിൻ്റെതായ തിരക്കുകളും. ഞാൻ ഇടയ്ക്കും കൊണ്ട് ഇറങ്ങാം. ഓ ശരി. അച്ഛാ, ഒരച്ഛന്റെ കാര്യങ്ങൾ ഇത്ര കൃത്യമായി ലോകത്തൊരു മകളും നോക്കിക്കാണില്ല. കല്യാണം കഴിഞ്ഞ് വന്നു കയറിയ വീട്ടിലും ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയത് എന്റെ ഭാഗ്യമായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. സ്വന്തം അച്ഛനോടുള്ള സ്നേഹം മുഴുവൻ മനസ്സിലടക്കാൻ വിധിക്കപ്പെട്ട ഒരു മകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നോ ഞാൻ ആലോചിക്കുന്നത്. അച്ഛന്റെ വെറുപ്പ് മാത്രം അറിഞ്ഞ് അച്ഛന്റെ അടുത്തേക്കൊന്ന് പോവാൻ പോലും കഴിയാതെ ജീവിക്കേണ്ടി വരുന്നൊരു മകള്. അയ്യോ, അങ്ങനൊരു അച്ഛനും മകളോ? ആരുടെ കാര്യം മോളി പറയുന്നേ? നമ്മുടെ സീ കേരളത്തിൽ വരാൻ പോകുന്നൊരു സീരിയൽ അച്ഛാ. ആണോ? ആ, എന്താ പേര്? അകലെ. നവംബർ 25 തിങ്കളാഴ്ച മുതൽ. നമുക്ക് കാണണം. നിങ്ങളും കാണില്ലേ? എന്താ സാറേ? 2-3 ദിവസം മുമ്പ് ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നില്ലേ? നടന്നിരുന്നു. അന്ന് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ചായ കുടിച്ചിറങ്ങിയപ്പോഴാ അയാളെ വണ്ടി ഇടിച്ചത്. നിങ്ങളുടെ ഓർമ്മയിലുള്ള കാര്യം ഒന്ന് വിശദമായിട്ട് പറഞ്ഞേ. പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.